പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത്. ഫുഡ് ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം നിന്ന് തുടങ്ങാം. ഫോർ എക്സാമ്പിൾ ജനിച്ച ബേബി ഫസ്റ്റ് 6 മാസത്തിന് അമ്മയുടെ പാല് മാത്രം തന്നെ. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ജനിച്ച കുട്ടികൾ ആവറേജ് ബർത്ത് വെയിറ്റ് ഇവിടെ എന്ന് പറയുന്നത് നോർമലെക്കാളും കുറച്ച് കൂടുതലാണ്. 3 to 3.5 kgs വരെ എല്ലാ പിള്ളേരും ഉണ്ട്. പക്ഷേ ഈ പിള്ളേർ 1 വയസ്സിൽ വരുമ്പോൾ എക്സ്പെക്റ്റഡ് വെയിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ എവിടെയോ പ്രശ്നമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പിള്ളേർ 6 മാസം വരെ വരുമ്പോഴും പ്രശ്നം വരുന്നില്ല. എന്ന് വെച്ചാൽ 6 മാസത്തിൽ അവരുടെ വെയിറ്റ് ഡബിൾ ആവണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3.5 kgs ഉള്ള പിള്ളേരാണെങ്കിൽ 7 കിലോ ആവണം. അതാവുന്നുണ്ട്. അതിനുശേഷമാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അമ്മയുടെ പാല് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്നതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നു. അതിനുശേഷമാണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് വീനിങ് എന്നും പറയും അതിന്. അതായത് അമ്മയുടെ പാലും കൊടുക്കുന്നു, അതിന് അഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 6 months തൊട്ട് തുടങ്ങണം. 6 months തൊട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഹോം ബേസ്ഡ് ഫുഡാണ്. ഹോം ബേസ്ഡ് കാർബോഹൈഡ്രേറ്റ് ഫുഡ്. ഇത് ഏതർ കൂരോ എന്ന് പറയും, നമ്മളെ ലോക്കലി അവൈലബിൾ ഫുഡ് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കാം, മാഷ്ഡ് റൈസ് ആയിരിക്കാം. ഇതുപോലത്തെ കാർബോഹൈഡ്രേറ്റ് ബേസ്ഡ് ഫുഡ് 6 months സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉടൻ തന്നെ എല്ലാം കൊടുക്കണമെന്നില്ല. ഫസ്റ്റ് 1 പ്രാവശ്യം കൊടുക്കുക, അടുത്തൊരു 1 week കഴിഞ്ഞ് കുറച്ച് ഫ്രീക്വൻസി കൂട്ടുക. ഇങ്ങനെയൊക്കെ മേരെ പാലും കൊടുക്കുന്നു, ഇൻ അഡീഷൻ നമ്മൾ ഇതും കൊടുക്കുന്നു. ഇനി ഒരു 8 months ആവുന്നു. 8 months ആകുമ്പോൾ ഇൻ അഡീഷൻ ടു കാർബോഹൈഡ്രേറ്റ് നമ്മൾ പ്രോട്ടീൻ ഫുഡും കൊടുക്കുക. പ്രോട്ടീൻ മോസ്റ്റ് എഫിഷ്യൻറ്റ് പ്രോട്ടീൻ, എഫക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എഗ്ഗ് ആണ്. അപ്പോൾ എഗ്ഗിൻ്റെ വൈറ്റ് കൊടുക്കുക. എഗ്ഗിൻ്റെ വൈറ്റ് ഒരു നല്ല പ്രോട്ടീനാണ്. അപ്പോൾ എഗ്ഗിൻ്റെ വൈറ്റ് അടിച്ച് കൊടുക്കുക, പ്ലസ് കാർബോഹൈഡ്രേറ്റ് ഫുഡ് ഫ്രീക്വൻസി കൂട്ടുക, ഇൻ അഡീഷൻ അമ്മേരെ മിൽക്കും കൊടുക്കുക. അപ്പോൾ എല്ലാം ചേർന്നിട്ട് ബേബീൻ്റെ വെയിറ്റ് ഗെയിനും കിട്ടും, ബേബിക്ക് ആവശ്യമുള്ള ന്യൂട്രീഷനും കിട്ടും, പ്ലസ് ഹെൽത്തി ആയിട്ടും ഇരിക്കും. ഇനി 1 year ഒക്കെ ആകുമ്പോൾ 1 year എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അമ്മ കഴിക്കുന്ന ഫുഡിൽ 1/3 ഫുഡ് കഴിക്കണമെന്നാണ്. ഹോം ബേസ്ഡ് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റും, പ്ലസ് ഇൻ അഡീഷൻ അമ്മേരെ ഫീഡിങ്ങും കൊടുക്കുന്നുണ്ട്. ബ്രസ്റ്റ് ഫീഡിങ് 2 years വരെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് നമ്മുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത്. സോ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നു, ഇൻ അഡീഷൻ വീട്ടിലുള്ള എല്ലാ ഫുഡും 1 year ആകുമ്പോൾ കൊടുക്കാൻ തുടങ്ങും. പിന്നെ അഡീഷണൽ ആയിട്ട് 1 year കഴിയുമ്പോൾ പിള്ളേർ സാധാരണയായിട്ട് തന്നെ അവർ തന്നെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കത്തില്ല. 1 year തൊട്ട് 5 years വരെയുള്ള പിള്ളേർക്ക് അവരുടെ വിശപ്പ് മാത്രം മാറിയാൽ മതി, അതിനുശേഷം കളിച്ചുകൊണ്ടിരിക്കും. ഈ പ്രായത്തിൽ അമ്മമാരും ഫോഴ്സ് ചെയ്ത് കമ്പൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ കിട്ടത്തില്ല, അപ്പോൾ പ്രതീക്ഷിച്ച വെയിറ്റ് കിട്ടത്തില്ല. അവർ എന്തെങ്കിലും ഫുഡ് ഫാഡിസം പോലെ അവർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ് അത് മാത്രം ഒരു ചോക്ലേറ്റ് കഴിക്കും, പിന്നെ വിശപ്പ് വരത്തില്ല. നെക്സ്റ്റ് ഫുഡ് ഒരു 4 hours 6 hours കഴിഞ്ഞായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് വെയിറ്റ് കിട്ടും. ഈ ക്രിട്ടിക്കൽ പീരിയഡിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ പിള്ളേർക്ക് വേണ്ടത്. അപ്പോൾ മെയിനായിട്ട് പർട്ടിക്കുലർലി ഹോം ബേസ്ഡ് ഫുഡിന് എഗെയിൻ ഞാൻ സ്പെസിഫൈ ചെയ്യുന്നു. ഇപ്പോൾ മീനായാലും ശരി, മുട്ടയായാലും ശരി, ഇത് രണ്ടുമാണ് കോമൺലി പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള അവൈലബിൾ ആയിട്ട് ഫുഡ്. ഇത് കൊടുക്കുക. ഇൻ അഡീഷൻ വൈറ്റമിൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ഗ്രീൻ വെജിറ്റബിൾസ് കൊടുക്കുക. വെജിറ്റബിൾസിൽ എല്ലാ സൈസ് വെജിറ്റബിൾസും ഓരോരോ ദിവസവും മാറി മാറി കൊടുക്കണം. ഇപ്പോൾ കുട്ടിയാണെങ്കിൽ ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറയുന്ന പിള്ളേർക്കൊക്കെ ഒരു നല്ല പ്ലേറ്റ്, വലിയ പ്ലേറ്റിൽ 4-5 ട്രേ, ചെറിയ ട്രേ ഉള്ള ഒരു പ്ലേറ്റ് കിട്ടുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. അപ്പോൾ 3-4 സൈസ് കൂട്ട് വയ്ക്കാം, ഒരു സൂപ്പ് പോലെ ഒന്ന് വെച്ച് കൊടുക്കാം, ഒരു ഫ്രൂട്ട് ഐറ്റംസ് അത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം, കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട് ഐറ്റംസ് വെച്ച് കൊടുക്കാം, റൈസ് വെച്ച് കൊടുക്കാം, എഗ്ഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ അവരെ എടുത്ത് ഓരോന്നായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എനർജി കിട്ടുന്നു. വേറെ ഒന്ന്, പിള്ളേർ തനിച്ച് അവർ കഴിക്കത്തില്ല. എപ്പോഴും നമ്മൾ ഫാമിലി ആയിട്ട് ഇരുന്ന് കഴിക്കുമ്പോൾ അവരെയും ഒരു ടേബിളിൽ ഒരു വലിയ ചെയർ ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തി അവർക്കുള്ള ഫുഡൊക്കെ ആ ട്രേയിൽ സെർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഓടൊപ്പം അത് കണ്ട് അവരും പഠിച്ച് കഴിക്കാം. സെപ്പറേറ്റ് ആയിട്ട് കുട്ടികൾക്ക് ഫീഡ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഇൻട്രസ്റ്റ് കിട്ടത്തില്ല, അവരുടെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ തന്നെ കോൺസെൻട്രേഷൻ പോയിക്കൊണ്ടിരിക്കും. സോ നമ്മൾ ഫാമിലി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫുഡ്, ബാലൻസ്ഡ് ഫുഡ്, എല്ലാ ഐറ്റംസും ഉള്ള ഫുഡ് കൊടുക്കുമ്പോൾ കിട്ടും. പിന്നെ ഇൻ അഡീഷൻ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഓയിലി ഫുഡ്സ് കുറച്ചുകൂടെ പിള്ളേർക്ക് കുറച്ച് കൂടുതലായിട്ട് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ തേങ്ങ എണ്ണയിലുള്ള പൊരിച്ച മീനായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ എഗ്ഗ് ഓംലെറ്റ് പോലെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന എഗ്ഗ് ആയിരിക്കാം. എല്ലാം ഓയിലും കൂടെ ചേരുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ഗെയിനിന് വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് പ്ലസ് വൈറ്റമിൻസ്, എസെൻഷ്യൽ വൈറ്റമിൻസ്, അയൺ എല്ലാം ചേർന്ന് കിട്ടുമ്പോൾ ഒരു ബാലൻസ്ഡ് ഫുഡായിരിക്കും. വെയിറ്റ് ഗെയിനിൽ പ്രോബ്ലം വരത്തില്ല. ഇതുപോലെ ചോക്ലേറ്റ് കൂടുതൽ കഴിക്കുന്നു, ഇതുപോലത്തെ ഉള്ള പിള്ളേർക്ക് ചോക്ലേറ്റ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതെന്നുള്ളത് പേരൻസിന് ഫസ്റ്റ് ഇത് വേണം. പേരൻസ് എന്ത് വിചാരിക്കുന്നു, പിള്ളേർക്ക് ചോക്ലേറ്റ് കൊടുത്താൽ വിശപ്പ് മാറും, അവർ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ഗെയിൻ കിട്ടത്തില്ല, റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്, ഡെൻ്റൽ കാരീസ്, പുഴുപ്പല്ല് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഒരു ഫാമിലി ഫീഡിങ് മെത്തേഡ് യൂസ് ചെയ്യുക, ബാലൻസ്ഡ് ഫുഡ് കൊടുക്കുക. നമുക്ക് എക്സ്പെക്റ്റഡ് വെയിറ്റ് തീർച്ചയായിട്ടും കിട്ടും. നമ്മളത് കാണുന്നുണ്ട്, ഒപ്പിയിലും കാണുന്നുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്ത് അവയർനെസ് ഒക്കെ കൊടുക്കുമ്പോൾ പേഷ്യൻസ് ഇതുപോലെ ഫോളോ ചെയ്യുന്ന പേഷ്യൻസ് നല്ല റെസ്പോൺസും കിട്ടുന്നുണ്ട്. ഇൻ അഡീഷൻ ഒരു പോയിന്റ് കൂടെ പറയുന്നത്
സ്പെസിഫൈഡ് ഡ്യൂറേഷനിൽ നമ്മൾ പറയുന്ന ഇമ്മ്യൂണൈസേഷനും കറക്റ്റായിട്ട് കൊടുക്കുക. ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പിള്ളേർക്കുള്ള എല്ലാ ഇമ്മ്യൂണൈസേഷനും കൊടുക്കുമ്പോൾ ഇൻഫെക്ഷൻസ് വരത്തില്ല, ന്യൂട്രീഷൻ ഫുഡും കിട്ടുന്നുണ്ട്, വെയിറ്റ് ഗെയിനും കിട്ടും.